Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. Feel like a dynamite, ready to explode right up in the sky. I need you to listen, I need you to hear, and don't show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. I've been flying from town to town, from London to Taiwan. I've been all around the globe, trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire.
sweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ വാർഗോഡ് വാർഫെയർ റിലേറ്റിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പം ഏത് മാച്ചാ? ഹാവക്കിൽ 2 പ്ലേയേഴ്സ് മാത്രമേ കയറിയിട്ടുള്ളൂ. ഓക്കെ, സ്ലോട്ട് നമ്പർ 4 നിൽക്കുന്നു ഹാവക്കിലെ പ്ലേയേഴ്സ്. അവർ 2 പേര് മാത്രമേ കയറിയിട്ടുള്ളൂ. ടീം എക്സലൻസി സ്ലോട്ട് നമ്പർ 5 നിൽക്കുന്നു മോഡെക്സിലെ പ്ലേയേഴ്സ്. അവിടെ സ്ലോട്ട് നമ്പർ 6 IB മെമ്പർ സ്ലോട്ട് നമ്പർ 7 ഇൻടാക്റ്റിലെ പ്ലേയേഴ്സ്. സ്ലോട്ട് നമ്പർ 8 മൈറ്റി പ്ലേയേഴ്സ്. അവിടെ സ്ലോട്ട് നമ്പർ 10 നിൽക്കുമ്പോൾ ടോക്സിക് നേഷൻ ആണ് സ്ലോട്ട് നമ്പർ 11 വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്കൾസ് ടീം അവിടെ സ്ലോട്ട് നമ്പർ 12 വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫാസിലെ മെമ്പേഴ്സ് അവിടെ BIA ടീം മെമ്പേഴ്സ് അവിടെ 13ാമത്തെ സ്ലോട്ടിൽ നിൽക്കുന്നു. SKW 14
സ്ലോട്ടിൽ ഓക്യുപ്പൈ ചെയ്തിരിക്കുമ്പോൾ SBI ടീം -16ലും NOT ടീം 17ലും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ 18ാമത്തെ സ്ലോട്ടിലിരിക്കുന്നത് കേരള ടീമാണ്. അതോടൊപ്പം തന്നെ ആഷസ് ടീം 20ാമത്തെ സ്ലോട്ടിലും 21 ബ്ലൈൻഡും 22 LMXും അതോടെ വാർഗോഡ് ടീമിൻ്റെ 23 സ്ലോട്ടിൽ 25 സ്ലോട്ടിൽ വാർഗോഡ് ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. LXലെ പ്ലേയേഴ്സ് അവിടെ 24ാമത്തെ സ്ലോട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ മാപ്പ് അവിടെ നോക്കാം. നമുക്ക് മാപ്പ് നോക്കുകയാണെങ്കിൽ എൽ ഹസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മോണ്ടിന്യൂയിലേക്ക് അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ടീം SQW അവിടെ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ക്യാമ്പ് മിൽട്ടാർ റീജിയനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ വേറൊരു ടീം കൂടി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടീം SQWനെ നോക്കാം. SQW ടീമിനെ നോക്കുവാണെങ്കിൽ അവരുടെ അടുത്തേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ടീം BIA ഉണ്ട്, ഹാവക്കിലെ പ്ലേയേഴ്സും ഉണ്ട്. 3 പ്ലേയേഴ്സ് തമ്മിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജോക്കർ OP സ്ലോട്ട് നമ്പർ 5 എക്സലൻസിലെ ജോക്കർ OP ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഇംഫാല റീജിയൻ ലക്ഷ്യമാണ്. LMX ടീം അവിടെ ലോസ് ലിയാണസിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല, ലേ ബന്ധിതയിലേക്കാണോ എന്നറിയത്തില്ല. എന്തായാലും പ്രിക്കാർഡ് റീജിയനിലെ ഗ്രേവ് യാർഡിലേക്ക് പോയിക്കൊണ്ടിരിപ്പുണ്ട്. NOT ടീം മെമ്പേഴ്സ് അവിടെ ഹേസോ ദെൽ പാറ്റേണിലേക്ക് പോകുന്നുണ്ട്. ഗോൾഡൻ വിറാഡൊക്കെ എടുക്കാനായിട്ടുള്ള പോക്കാൻ തോന്നുന്നു. ടീമിന് IBയിലെ മെമ്പേഴ്സ് അവിടെ തൊട്ട് മേളിൽ തന്നെ സിറ്റിയിലേക്ക് പോകുന്നുണ്ട്. എനിക്കൊന്ന് നമ്മുടെ സാൻ മാർട്ടിൻ സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ടീം അവിടെ തൊട്ടടുത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരള ടീമിലെ മെമ്പേഴ്സ്, ആഷസ് മെമ്പേഴ്സ്, വാർഗോഡിലെ മെമ്പേഴ്സ് എല്ലാം മനോഹരമായിട്ട് തന്നെ അവിടെ ജമ്പ് എടുത്തിട്ടുണ്ട്. ചുമ്മാസർ റീജിയനിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. പിക്കാർഡ് റീജിയൻ അല്പം ക്രൗഡായിട്ട് കാണുന്നുണ്ട്. പിക്കാർഡ് റീജിയനിൽ വാർഗോഡിൻ്റെ ടീം SBI എക്സ്കൾസിലെ മെമ്പേഴ്സ് എന്നിവരെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഹാവക്കിലെ ആകെ 2 മെമ്പേഴ്സേ കയറിയിട്ടുള്ളൂ, മിസ്റ്റർ വൈഷ്ണവ്. അപ്പോൾ വൈഷ്ണവ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഹാവക്കിന് സപ്പോർട്ടുമായിട്ട്. എന്തായാലും ഹാവക്കിലെ 2 പ്ലേയേഴ്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹാവക്കിലെ 2 പ്ലേയേഴ്സ് അവിടെ ടെറാബോണക്ക ഏരിയയിൽ ഓടിക്കാൻ നിൽക്കുകയാണ്. ക്യാമ്പ് മിൽട്ടറിൽ SQW ടീം ആൻഡ് BIA ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അവിടെ ഓടി നടക്കുകയാണ്. ആരൊക്കെ തമ്മിലുള്ള ഫസ്റ്റ് ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പിക്കാർഡ് റീജിയനിൽ നോക്കുകയാണ്. ടീം SBI ആൻഡ് എക്സ്കൾസ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടുവരികയാണെങ്കിൽ 2 പേരും അടുത്തടുത്തായിട്ടൊക്കെയുള്ള കോമ്പൗണ്ടുകളിലാണ് നിൽക്കുന്നത്. SBIയിലെ ബോസ്, SBIയുടെ ഡ്യൂഡ് എന്നിവയുള്ള എക്സ്കൾസിലെ ക്രേസി ആഷിക് KP ക്രേസി ആൻഡ് ഫ്രീക്കിൻ്റെ അടുത്തേക്കാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വാർഗോഡിലെ മെമ്പേഴ്സിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ പിക്കാർഡ് റീജിയനിൽ തന്നെ ടോക്സിക് നേഷനിലെ പിള്ളേരിലെ അവിടെ ചുമ്മാസർ റീജിയനിലേക്ക് കാണുന്നുണ്ട്. നമ്മുടെ മൈറ്റി ടീമിനെ അവിടെ ചുമ്മാസർ റീജിയനിൽ കാണുന്നുണ്ട്. ആട്രിലെ ഏരിയയിലേക്ക് പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. മോണ്ടിന്യൂവിൽ അവിടെ LXലെ പ്ലേയേഴ്സാണ്. ആഷസ് ടീം അവിടെ എൽ പാസോയിലാണ് പോയിരിക്കുന്നത്. ഇൻടാക്റ്റിലെ പ്ലേയേഴ്സ് അവിടെ ട്രെയിലർ പാർക്കിൻ്റെ അടുത്തായിട്ട് കാണുന്നത്. മോഡക്സിലെ പ്ലേയേഴ്സ് അവിടെ തൊട്ടടുത്ത് നടക്കുന്നത്. SBI ടീം മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. SBI ജെറ്റ് ഫയർ ഒക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. നേരെ ഡ്യൂഡിനെ നോക്കാൻ ഡ്യൂഡ് ആൻഡ് SBI SOS ഒക്കെ അവിടെ ഫയർ കൊടുക്കുന്നതായിരുന്നു. അവിടെ നമ്മുടെ ടീം എക്സ്കൾസിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. കേരള ടീമിനെ നോക്കുകയാണെങ്കിൽ കേരള ടീം ഒന്ന് സ്പ്രെഡായിട്ടാണ് നിൽക്കുന്നത്. കേരള ടീമിലെ മെമ്പേഴ്സ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും കാട്ടർഫീൽഡ് ആൻഡ് ലോ കോബ്രിയ റീജിയനിലായിട്ടാണ് സ്പ്രെഡായിട്ട് നിൽക്കുന്നത്. കേരള ടീമിലെ മെമ്പേഴ്സ് സോൺ ഫോം അയക്കുന്ന എക്സ്ട്രീം സൗത്ത് ഈസ്റ്റ് ആയിട്ട് എൻ്റെ പാർട്ടിലായിട്ടാണ് നമ്മുടെ സോൺ ഫോം അയക്കുന്നത്. അപ്പം ആകെയുള്ളത് LMX ടീം, ബ്ലൈൻഡ് ടീം, എക്സലൻസി ആൻഡ് NOT ടീം മെമ്പേഴ്സാണ്. മനോഹരമായ നോട് എക്സ്കൾസ് ആഷിക്കിൻ്റെ SBI ഡ്യൂഡിനെ അവിടെ ഡൗൺ ചെയ്തുകൊണ്ട് ആഷിക്കിൻ്റെ മനോഹരമായ നേട് SBI ഡ്യൂഡ് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ആവും. SBI SOS ജെറ്റ് ഫയർ എന്നിവരോട് വളരെ ദൂരത്തിലാണ് താനും. അപ്പോൾ AP ക്രേസി എല്ലാം അവിടെ കയറി വരാൻ ചാൻസ് ഉണ്ടെന്ന് നോക്കട്ടെ. എല്ലാവരും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. SBIയിലെ ഡ്യൂഡ് അവിടെ ഫിനിഷ് ചെയ്തത്. എക്സ്കൾസിലെ ആഷിക്ക് വളരെ മനോഹരമായിട്ട് തന്നെ അവിടെ ഫയറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജെറ്റ് ഫയർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. SBIയിലെ മെമ്പറിനെ റിവൈവ് ചെയ്യാനായിട്ട് പതുക്കെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരവിടെ ക്ലോസിങ് ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. എക്സ്കൾസിലെ മെമ്പേഴ്സ് ഒരു നോക്ക് കൂടെ കിട്ടിയാലേ കൂടെ ക്ലോസിങ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് തോന്നുന്നു. SBIയുടെ ഡ്യൂഡിനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഡ്യൂഡിനെ റിവൈവ് ചെയ്യാനായിട്ട് SOS അവിടെ കയറി വരുന്നുണ്ട്. എക്സ്കൾസിലെ ആഷിക്ക് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നത്. AP ക്രേസി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നതാണ്. അവിടെ എക്സ്കൾസിലെ ഒരു പ്ലെയർ ഇവിടെ ഉണ്ടായിരുന്നു. ഫ്രീക്ക് ഒന്ന് റൊട്ടേഷൻ ചെയ്ത് കയറുന്നുണ്ട്. SBIയിലെ ബോസ് അവിടെ കയറി വരുന്നുണ്ട്. ബോസ് അവിടെ ഡ്യൂഡിനെ റിവൈവ് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. ബോസ് അവിടെ എത്തിയിട്ടുണ്ട്. ആഷിക്ക് അടുത്തൊരു നേരിടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ബാക്കി SBI മെമ്പേഴ്സ് ജെറ്റ് ഫയർ എന്നിവരെല്ലാം അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എക്സ്കൾസിലെ മെമ്പേഴ്സ് AP ക്രേസിയുടെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. AP ക്രേസി അവിടെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്റ് എങ്ങും തന്നെ സ്റ്റാർട്ട് ആയിട്ടില്ല. ഫൈറ്റ് അവിടെ പതുക്കെയുള്ള റൊട്ടേഷനിലെല്ലാം ശേഷമേ ഫൈറ്റ് സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉള്ളൂ. ഹാവക്കിലെ പ്ലേയേഴ്സ് ആൻഡ് BIA അടുത്തടുത്ത് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാവക്കിലെ 2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഹാവക്കിലെ കേരള ഗോഡ് ആൻഡ് ഹാവക്കിലെ XLR റേറ്റ് അവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്നുണ്ട്. BA പ്ലേയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹാവക്കിലെ കേരള ഗോഡ്, BAയിലെ പിക്സൽ BTC അവിടെ തൊട്ടടുത്തുണ്ട്. BAയിലെ സിബിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. XTN റീപ്പർ അവിടെ BAയ്ക്ക് വേണ്ടി അവിടെ നിൽപ്പുണ്ട്. റീപ്പറിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. റീപ്പർ ഇതെല്ലാം കണ്ടു കേട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. BIA ടീം മെമ്പേഴ്സ് എല്ലാം ഒന്ന് റീഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ മെമ്പറിനെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കുകയാണെന്ന് തോന്നുന്നു.
അപ്പോൾ ബാക്കി ബി എ മെമ്പേഴ്സ് പതുക്കെ ക്ലോസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹാവക്കിലെ XLR റേറ്റ് അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട്. റീപ്പൻ ആൻഡ് കേരള ഗോഡ് തമ്മിലുള്ള ഫൈറ്റിംഗ് അവിടെ ഓൺ ആവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ടോക്സിക് നേഷൻ അവിടെ സ്പാർക്ക് അവിടെ വാർഗോഡിലെ ബ്ലിറ്റ്സിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. TXN അവിടെ ഫൈറ്റ് എടുക്കുന്നു. TXN മെമ്പേഴ്സ് അവിടെ എവിടെയാണ് അപ്പോൾ ഇവിടെ ഫയർ കൊടുത്തിട്ടുണ്ട്. ഹാവക്കിലെ XLR റേറ്റിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇവർ മേളിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാവക്കിൽ ഒരു മെമ്പറൂടെ ഉള്ളതെന്ന് അറിയാൻ തോന്നുന്നു. അപ്പോൾ നേരെ പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫയർ ചെയ്യാൻ ഹാവക്കിലെ കേരള ഗോഡിന് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു. കേരള ഗോഡിന് അവിടെ നല്ല ഡാമേജ് കൊടുക്കുന്നത്. കേരള ഗോഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ റീപ്പറിനെ ഡൗൺ ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കില്ല് ചെയ്യുക തന്നെ ചെയ്യും. ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ കേരള ഗോഡ് ഒറ്റയ്ക്ക് നിന്ന് അവിടെ പൊരുത്തുകയാണ്. ഹീൽ ചെയ്യാനുള്ള സമയമില്ലെന്ന് തോന്നുന്നു. ബാക്കി മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ബാക്കി മെമ്പേഴ്സ് സിബിൻ അവിടെ വന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേരളയിലെ. അപ്പോൾ ടോക്സിക് നേഷൻ അവിടെ ഒരു നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്ലിറ്റ്സിൻ്റെ നോക്കായിരുന്നു എന്ന് തോന്നുന്നു. ബ്ലിറ്റ്സിനെ അവിടെ കില്ല് ചെയ്തിട്ടുണ്ട്. SBI ജെറ്റ്ഫയർ എക്സ്കൾ ആഷിക്കിനെ അവിടെ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SBI മെമ്പേഴ്സ് അവിടെ തിരിച്ച് തന്നെ പണി കൊടുത്തിട്ടുണ്ട്. ആഷിക്കിനെ അവിടെ ഫിനിഷ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷിക്കിനെ ഡൗൺ ചെയ്തതിന് ശേഷം എക്സ്കൾസിലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. ടോക്സിക് നേഷൻ്റെ ഫൈറ്റിലേക്ക് പോകാം. ടോക്സിക് നേഷൻ മെമ്പേഴ്സ് അവിടെ പതുക്കെ കയറി വരുന്നുള്ളൂ. ടോക്സിക് നേഷനിലെ നമ്മുടെ സ്പാർക്ക് ഒരു കില്ല് ഓൾറെഡി എടുത്തിരുന്നു. വാർഗോഡ് മെമ്പേഴ്സിൻ്റെ വാർഗോഡിലെ ലിയോനെ നോക്കുവാണെങ്കിൽ ലിയോ അവിടെ പറ്റിയിരിക്കുകയാണ്. ബ്ലിറ്റ്സിൻ്റെ കില്ല് ഓൾറെഡി അവിടെ കൺഫേം ആയി കഴിഞ്ഞു. അപ്പോൾ ഫ്രീക്കിനെ തന്നെ നേടിലൂടെ ഡൗൺ ചെയ്തിരിക്കുകയാണ്. മനോഹരമായ കളി. IB മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് NOT ടീം എത്തുന്നുണ്ട്. IB മെമ്പേഴ്സുമായിട്ട് ഹെസദേൽ പ്രാർത്ഥനയുടെ ഏരിയയിൽ ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. NOTനെ നോക്കുവാണെങ്കിൽ NOTയിലെ ഇസോ അവിടെ ഗോൾഡൻ മിറാഡോ എടുത്തിട്ടുണ്ട്. എക്സ്കൾസിലെ ആഷിക്കിനെ വീണ്ടും നേടിലൂടെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസ് ആൻഡ് SBI തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നത്. ആഷിക്കിൻ്റെ കില്ല് അവിടെ കൺഫേം ആയിട്ട് എക്സ്കൾസിൻ്റെ ഫ്രീക്ക് അവിടെ കൺഫേം ആയിട്ടുണ്ട്. SBI OMR APK ക്രേസിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. AP ക്രേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടീം എക്സ്കൾസിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. SBI ടീം മെമ്പേഴ്സ് അവിടെ 2 കില്ല് എടുത്തായിട്ട് നിൽക്കുന്നു. നമ്മുടെ ബാക്കി ഒരു മെമ്പറൂടെ കണ്ടാവേണ്ടതാണ്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, കണ്ടില്ല. ഒരു കില്ലാര് കൊണ്ടുപോയി അറിയില്ല. ടീം നമ്പർ LX ടീമിൻ്റെ അടുത്തേക്ക് നോക്കാം. ടോക്സിക് നേഷനിലെ 2 പ്ലേയേഴ്സ് ഉണ്ട് LX ടീമിൻ്റെ അടുത്ത്. ടോക്സിക് നേഷൻ വെനം അവിടെ ഉണ്ട്. വെനത്തിനെ അവിടെ സ്പോട്ട് ചെയ്ത് ക്രേറ്റോസ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോക്സിക് നേഷൻ സ്പാർക്ക് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളെന്ന് തോന്നുന്നു. സ്പാർക്ക് അവിടെ ഇതെല്ലാം മനസ്സിലാക്കി നേരെ വെനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സ്പാർക്ക് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നേരെ വെനത്തിന് അവിടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പാർക്ക്. എന്തായാലും ക്രേറ്റോസിൻ്റെ മനോഹരമായ സ്പ്രേ ആയിരുന്നു ടോക്സിക് നേഷൻ വെനത്തിനെ അവിടെ ഡൗൺ ചെയ്ത്. സ്പാർക്ക് അവിടെ പതുക്കെ കയറി വന്നുകൊണ്ടിരിക്കുന്ന ടോക്സിക് നേഷൻ മെമ്പേഴ്സ് അവിടെ ഓപ്പണിൽ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കട്ടെ, സ്പാർക്കിനെ അവിടെ നോക്കാം നമുക്ക്. സ്പാർക്കിനെ അപ്പോൾ എന്തായാലും വെനത്തിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. വെനത്തിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ക്രേറ്റോസ്. അവിടെ വെനത്തിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. സ്പാർക്ക് അവിടെ നിന്ന് എന്തായാലും മാറിയിട്ടുണ്ട്. ടോക്സിക് നേഷൻ മെമ്പേഴ്സിന് ആദ്യം തന്നെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫൈറ്റ് എവിടെയാണ് നടക്കാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം. NOT ടീം മെമ്പേഴ്സ് അവിടെ കയറുന്നു. NOT സ്പെക്ടറിനെ നോക്കുകയാണെങ്കിൽ NOT സ്പെക്ടർ അവിടെ കയറി ചെല്ലുന്നുണ്ടായിരുന്നു. NOT ടീം മെമ്പേഴ്സ് അവിടെ നമ്മുടെ IB ടീമിൻ്റെ അടുത്തേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. IBയിലെ ഹെവി ഗെയിമറൊക്കെ തൊട്ട് താഴെ നിൽപ്പുണ്ട്. NOT പോയിസൺ അവിടെ മേളിലായിട്ട് നിൽപ്പുണ്ട്. IB സിക്കാരിയോ അവിടെ തൊട്ട് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. NOT ഗ്രിഫിനൊക്കെ ഹൈറ്റ് ഏരിയ അഡ്വാൻറ്റേജസിലോട്ട് കൂടി നിൽക്കുകയാണ്. ഇസോ അവിടെ IBയിലെ ഏജൻറ്റിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇസോ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. സിക്കാരിയോനെ ഹെവി ഗെയിമറിനെ സ്പോട്ട് ചെയ്തിട്ട് 2 പേരും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഹെവി ഗെയിമറിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റായിട്ട് സ്പ്രേ ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. ഹെവി ഗെയിമർ അവിടെ ഓടി വരുന്നുണ്ട്. എന്തായാലും ഫയർ കൊടുക്കുന്നില്ല. ഹെവി ഗെയിമറിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ഹെവി ഗെയിമറിന് അവിടെ നല്ല ഡാമേജ് കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. NOT ഗ്രിഫിനെ നോക്കാം. ഗ്രിഫിനെ അവിടെ വേറൊരു ഏരിയ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെവി ഗെയിമറിനെ ഇപ്പം എന്തായാലും ഡാമേജ് ഒക്കെ കൊടുത്ത് നിർത്തിയേക്കാണ്. അടുത്ത ടീമിനെ നോക്കുകയാണെങ്കിൽ ഇൻടാക്ട് മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് പോകുന്നത്. SQW ടീം അവിടെ കയറി വരുന്നുണ്ട്. BIA ടീം മെമ്പേഴ്സ് അവിടെ അടിക്കുന്നുണ്ടായിരുന്നു. BIA ടീം മെമ്പേഴ്സ് എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. BIയിലെ മെമ്പേഴ്സ് അവിടെ ഹാവക് ടീമിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹാവക്കിലെ മെമ്പേഴ്സ് അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ മൈറ്റി ടീം മെമ്പേഴ്സ് അവിടെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് വാർഗോഡ് ഷെൽബിയൊക്കെ അവിടെ സോണിലേക്ക് പോകേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷെൽബിയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു ഏകദേശം. സോറി. ടീം എക്സലൻസി നോക്കുകയാണെങ്കിൽ ഇംഫാല റീജിയൻ കംപ്ലീറ്റ് ആയിട്ട് സ്വന്തമാക്കി വെച്ചേക്കുവാണ്. എക്സലൻസി മെമ്പേഴ്സ് ഇപ്പോഴെല്ലാം അവിടെ നിൽക്കുന്നുള്ളൂ. 3 പ്ലേയേഴ്സിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ജോക്കറിനെ അവിടെ കാണാം, സൈബോർഗിനെ അവിടെ കാണാം, മോൺസ്റ്ററിനെ അവിടെ കാണാം. ബ്ലാക്ക് ഔട്ട് ഇച്ചിരി ദൂരെ മാറി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള പാൻ ഫൈറ്റ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എക്സലൻസി മെമ്പേഴ്സിൻ്റെ.
അപ്പോൾ എന്തായാലും ബ്ലൈൻഡ് ടീം മെമ്പേഴ്സിന് കില്ല് ചെയ്യാൻ ആരും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ബ്ലൈൻഡ് ടീം മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ വിഷമിച്ച്. അപ്പോൾ ആരും ഇല്ലല്ലോ കരുതി വിഷമിച്ചില്ല. ടോക്സിക് നേഷൻ മെമ്പേഴ്സ് എല്ലാം റീഗ്രൂപ്പ്. ടോക്സിക് നേഷനിലെ സ്മാർക്ക് വളരെ അധികം ദൂരമാണ്. ടോക്സിക് നേഷൻ റേജ് ഒക്കെ അവിടെ സോണിനുള്ളിലേക്ക് പോകുന്നുണ്ട്. വാർഗോഡിലെ ബാക്കി 3 മെമ്പേഴ്സ് അവിടെ സോണിലെത്തിയിട്ടുണ്ട്. വാർഗോഡിലെ ബാക്കി പ്ലെയർ അവിടെ സോണിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. അപ്പം മൈറ്റിയിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ LXലെ പ്ലേയേഴ്സ് അവിടെ സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ LX മേനിയൊക്കെ അവിടെ ടോക്സിക് നേഷൻ സ്പാർക്കിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എക്സലൻസി പ്ലേയേഴ്സ് അവിടെ നിന്ന് വണ്ടിയെടുത്ത് മാറുന്നുണ്ട്. ആഷസ് ടീം മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് പോകുന്നുണ്ട്. ആഷസിനെ നമ്മൾ ഇന്ന് സ്പെക്ക് ചെയ്തിട്ടില്ല. ആഷസിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ ആഷസ് SR, ആഷസ് റിജാസ്, 2EC ആൻഡ് മെട്രിക്സ് 2 പേര് പ്ലേയേഴ്സും ഉണ്ട്. ആഷസ് മെമ്പേഴ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ NOT ടീമിനെ നോക്കുകയാണെങ്കിൽ NOT സാൻ മാർട്ടിൻ ഏരിയയിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. IB മെമ്പേഴ്സ് ഹൈസൽ പാട്രോണിൽ നിന്ന് മാറിയിട്ടില്ല ഇതുവരെ. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി നോക്കണം LMX ടീം അവിടെ പതുക്കെ ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നതായിട്ട് കാണുന്നുണ്ട്. വാർഗോഡ് ടീം മെമ്പേഴ്സ് ലോസ് ലിയാനസിൻ്റെ ഡൗൺ റിജസിൽ അവിടെ പതുക്കെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടോക്സിക് നേഷൻ റേജ് അവിടെ കയറി ചെല്ലുന്നു. ലോസ് ലിയാനസ് ഏരിയയിലേക്ക് ടോക്സിക് നേഷൻ റേജ് ആൻഡ് ടീം. ആഷസ് SRൻ്റെ ഒരു ലേറ്റ് റൊട്ടേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കേരള ടീം മെമ്പേഴ്സ് ഇതുവരെ സോണിൽ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. കേരള ടീം മെമ്പേഴ്സ് ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. പതുക്കെ സോണിനുള്ളിലേക്ക് കയറേണ്ടതായിട്ടുണ്ട് കേരള ടീം മെമ്പേഴ്സിന്. കേരള വിസാർഡ്സ് ഫൈറ്റ് എന്നിവരവിടെ പതുക്കെ സോണിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ സോണിലേക്ക് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള ടീം മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ പതുക്കെ കയറി വരികയാണ് സോണിനുള്ളിലേക്ക്. അപ്പോൾ എഡ്ജ് ഓഫ് ദ സോണിൽ എത്തിയിട്ടുണ്ട് ആഷസ് ടീം മെമ്പേഴ്സ്. അപ്പോൾ അതൊക്കെ അവർ ലൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി ഏത് ടീമിനെയാണ് കാണാൻ? മോഡെക്സിലെ നമുക്ക് നോക്കാം. മോഡെക്സിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മോഡെക്സ് കൊമ്പൻ, മോഡെക്സ് നീക്കോ, മോഡെക്സ് ഡോട്ട് ആൻഡ് ഈവിൽ അവിടെ പതുക്കെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് അവിടെ പതുക്കെ ഡ്രോപ്പ് ഒക്കെ ഇട്ടതിന് ശേഷം പോകുന്നുണ്ട്. ഡ്രോപ്പ് അവിടെ പതുക്കെ വീഴുന്നുണ്ട്. ജങ്ക്യാർഡ് ഏരിയയിൽ, ഗ്രേവിയാർഡ് ഏരിയയിൽ ഞാൻ തോന്നുന്നു. ഡ്രോപ്പിനകത്ത് നമുക്കൊന്ന് നോക്കാം. ഡ്രോപ്പിനകത്ത് എന്തോ ഉണ്ടെന്നൊന്ന് നോക്കിയേക്കാം. ഡ്രോപ്പ് അവിടെ നോക്കട്ടെ. ഗ്രോസ് ആൻഡ് ലെവൽ 3 വെസ്റ്റ്, ഹെൽമെറ്റ്, ജാക്കറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ക്യൂക്ട്രോ മാഗ് എന്നിവരാണ് ഡ്രോപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഡ്രോപ്പ് അവിടെ മനോഹരമായിട്ട് തന്നെ ഗ്രേവിയാർഡ് ഏരിയയിലെത്തുണ്ട്. ആരും എടുക്കാൻ ചാൻസ് ഇല്ല. ആരും ആ ഏരിയയിൽ തന്നെ കാണുന്നില്ല. NOT ടീം മെമ്പേഴ്സ് പതുക്കെ മൂവിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോൺ വീണ്ടും എക്സ്ട്രീംലി ഒന്നുകൂടെ ഫോം ആയിട്ടുണ്ട്. അടുത്ത സോണിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോണിലേക്ക് കയറാൻ ആഷസ് ടീമിന് വളരെ എളുപ്പമാണ്. മൈറ്റി ടീമിനോട് കേരള ടീം അവിടെ സോണിനുള്ളിൽ റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ ജങ്ക്യാർഡ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എക്സലൻസി ടീം, വാർഗോഡ് ടീം അവിടെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. വാർഗോഡ്, ഡാർവിൻ, ഷെൽബി എന്നിവർക്കെല്ലാം സോണിലേക്ക് പോകേണ്ടതാണ്. TXN, സ്പാർക്കിൾ, അവിടെ റേജ് എന്നിവർക്കെല്ലാം സോണിലേക്ക് പതുക്കെ കയറേണ്ടതായിട്ടുണ്ട്. LMX ടീം മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഫൈറ്റുകളൊന്നും പുരോഗമിക്കുന്നില്ല. തൽക്കാലത്തേക്ക് വളരെയധികം ശോകം അവസ്ഥയിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫിനിഷ് ആയിട്ടുള്ള ടീംസിനെ എല്ലാം നോക്കാം. നമ്മുടെ എക്സലൻസിലെ എക്സ്കൾസിലെ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ആയിരിക്കുന്നത്. എക്സ്കൾസിലെ AP ക്രേസി ആൻഡ് ആഷിക് എന്നിവരവിടെ ഫിനിഷ് ആയപ്പോൾ എക്സ്കൾ ഫ്രീക്ക് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹാവക്കിലെ കേരള ഗോഡ് ആൻഡ് ഹാവക്ക് XLR8 അവിടെ ഫിനിഷ് ആയപ്പോൾ വാർഗോഡിലെ ബ്ലിറ്റ്സ് അവിടെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കില്ലെടുത്തവർ കേരള ഗോഡ് ഒരു കില്ലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LXലെ ക്രേറ്റോസ് അവിടെ ടോക്സിക് നേഷനിലെ മെമ്പറിൻ്റെ കില്ല് അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ കേരള ടീമിനൊന്നും കില്ലില്ല. ടീം SBOMR നമ്മുടെ എക്സ്കൾസിൻ്റെ കില്ലൊക്കെ എടുത്തിട്ട് ടീം SBA ടീം മെമ്പേഴ്സ് അവിടെ OMR അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ SQW ഇപ്പോഴും അവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന എക്സ്റ്റൻഷനിലെ XTN റീപ്പർ BAയിലെ റീപ്പർ ഫിനിഷ് ആയിട്ടുണ്ട്. ടോക്സിക് നേഷനിലെ വിനം ഫിനിഷ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തൊട്ടടുത്ത് നോക്കാനായിട്ട് വേറെ ആരും തന്നെ ഫിനിഷ് ആയിട്ടില്ല. അപ്പോൾ ഏകദേശം 4 മെമ്പേഴ്സേ ഫിനിഷ് ആയിട്ടുള്ളൂ. 4 കില്ലേ പ്രൊവൈഡുമായിട്ടുള്ളൂ. സോൺ ഇപ്പോഴും വളരെയധികം വലുതാണ്. അപ്പോൾ വാർഗോഡ്, ലിയോ അവിടെ എക്സലൻസി പ്ലേയേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കുന്നതുകൊണ്ട് വാർഗോഡ് ആൻഡ് എക്സലൻസി ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ജാക്കോ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ എക്സലൻസിലെ സൈബോർഗിനെ അവിടെ ഡൗൺ ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു. സൈബോർഗിൻ്റെ അടുത്തേക്ക് ലിയോ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ലിയോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. എക്സലൻസി മോൺസ്റ്ററിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ട്. മോൺസ്റ്ററൊക്കെ അവിടെ നൈസായിട്ട് തന്നെ കവർ കയറിയിട്ടുണ്ട്. വാർഗോഡ് ലിയോയുടെ മനോഹരമായ സ്പ്രേ ആയിരുന്നു. അവിടെ ഇമ്മോട്ടൽ അവിടെ സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഇമ്മോട്ടൽ മനോഹരമായിട്ട് സ്പ്രേ. മോഡെക്സിലെ ഡോട്ട് വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഔട്ട് എക്സലൻസിനെ ജാക്കോ അവിടെ ഡൗൺ ചെയ്തു. ജാക്കോ അവിടെ കയറി ചെല്ലുന്ന ഓപ്പണിൽ കൂടെ സൈബോർഗിലെ മെമ്പേഴ്സിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. സൈബോർഗ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ മോൺസ്റ്റർ, എക്സലൻസി ആൻഡ് ജോക്കർ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നേടുകളുടെ ഒരു കുമ്പാരം തന്നെ അകത്തേക്ക് കയറി ചെല്ലാം. ലിയോ ഒരു കോണിൽ കൂടെ കയറി വരുന്നുണ്ട്. ലിയോ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത്
അടുത്തേക്ക് ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ലിയോനെ നോക്കാം, ജോക്കറിൻ്റെ അടുത്തേക്ക് ലിയോ നിൽക്കുന്നേ ഉള്ളൂ. ജോക്കറിൻ്റെ സ്പ്രേ അവിടെ പിടിച്ച് ജോക്കർ അവിടെ സ്പ്രേ ചെയ്യാൻ ചെന്നിട്ടുണ്ട്. ലിയോയ്ക്ക് അത്യാവശ്യം ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോഡെക്സ് ഈവിൾ വൈറ്റ് അപ്പോൾ നേട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവർക്ക് കുക്ക് ചെയ്ത് എറിയാൻ മോൺസ്റ്റർ എക്സലൻസിൻ്റെ അടുത്തേക്ക് നേട് എറിഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അപ്പം ജാക്കോ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ജാക്കുവിൻ്റെ അടുത്തേക്ക് നേട് പൊട്ടി അവിടെ മോൺസ്റ്റർ എക്സലൻസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വാർഗോഡ് ജോക്കറിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. വാർഗോഡ് ഇമ്മോർട്ടലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും കയറി ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ദൂരെ നിന്ന് റൊട്ടേഷൻ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ജോക്കർ അവിടെ സൈഡിൽ കൂടെ വരുന്നത്. ജോക്കറിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. ജോക്കർ ലിയോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ജോക്കറിൻ്റെ OP പ്ലേ. ജോക്കർ അവിടെ ലിയോയുടെ കില്ലും അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡൗൺ ആയിട്ടുണ്ട്. ജോക്കർ കവർ കയറിയിട്ടുണ്ട്. ജാക്കുവിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ജാക്കുവിനെതിരെ സ്പ്രേ. ജാക്കുവിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജോക്കർ OP ഗായ്സ്. അപ്പോൾ ജോക്കർ മനോഹരമായിട്ട് തന്നെ മനോഹരമായ ഫൈറ്റ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോക്കർ സ്വന്തം ടീമേറ്റിനെ രക്ഷിക്കുക. എക്സലൻസി പ്ലേയേഴ്സ് അവിടെ വാർഗോ ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് ടീം ആൻഡ് കേരള ടീം അവിടെ എടുത്തെടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ് ആൻഡ് കേരളയുടെ ഫൈറ്റിലേക്ക് പോകാം. ആഷസ് ടീം ആൻഡ് NOT ടീമിലെ ഫൈറ്റിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആഷസ് ടീം മെമ്പേഴ്സ് ആൻഡ് NOTയുടെ ഫയറിംഗ് അവിടെ നടക്കുന്നുണ്ട്. ആഷസ് ആൻഡ് NOT ആൻഡ് LMX ആൻഡ് SBയുടെ ഫയറിംഗ് നടക്കുന്നുണ്ട്. ആഷസ് 2 ഈസി ഇപ്പോഴും നിന്ന് പൊരുത്തിക്കുന്നത്. NOT പോയിസനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പോയിസൺ അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ പോയിസനെതിരെ അവർ ഫയർ കൊടുത്തുകൊണ്ട് 2 ഈസി ആഷസ്. BL സിബിൻ അവിടെ SQWയിൽ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. BVA സിബിനെ SQW റെക്റ്റ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷസ് SR വേറെ കോണി കൂടെ കയറി ചെല്ലുന്നു. NOT പോയിസനെ സ്പോട്ട് ചെയ്തു. പോയിസൺ അവിടെ സ്പോട്ട് ചെയ്ത് SRനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ OP ഗ്രേഡ് ആയിരുന്നു. അപ്പോൾ ആഷസ് SRൻ്റെ അടുത്ത് പോയിസൻ്റെ അടുത്തേക്ക് കയറി. പക്ഷേ ആഷസ് SRനെ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ആഷസ് SR ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്നെ കില്ല് ചെയ്തിട്ടുണ്ട്. NOT പോയിസൺ കില്ലുമായിട്ട് പോയിട്ടുണ്ട്. NOT ഇസോ ആൻഡ് അടുത്തുള്ള പ്ലേയേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. ഇസോ അവിടെ സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. ആഷസ് 2 ഈസിക്കെതിരെ ആഷസ് മെമ്പേഴ്സിൻ്റെ അടുത്ത് പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NOT ഗ്രിഫിൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. ഗ്രിഫിൻ അവിടെ ദൂരേക്ക് മെട്രിക്സിനെതിരെ സ്പ്രേ ചെയ്യുന്നുണ്ട്. ടീം SB LMX സൈക്കോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ NOT ഇസോ ആൻഡ് ആഷസ് റിജാസ് ഇപ്പോഴും സ്പ്രേ ചെയ്യുന്നുണ്ട്. NOT പോയിസനെ അവിടെ റിവൈവ് ചെയ്യാൻ ചെന്നിട്ടുണ്ട് ഇസോ. അപ്പോൾ ആഷസ് റിജാസ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു നെയ്ഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എടുത്ത് എറിയുമായിരുന്നെങ്കിൽ മനോഹരമായിട്ടുള്ള ഡാമേജ് കൊടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തൊട്ടടുത്തേക്ക് 2 പോയിസൻ്റെ അടുത്തേക്കും എല്ലാം നെയ്ഡുകൾ വരുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ അടുത്ത പോയിസൺ വീണ്ടും അതാ ഡൗൺ ആയിരിക്കുന്നു. ഈസോയ്ക്ക് വീണ്ടും റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ NOT പോയിസനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസോ അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ള റിവൈവ് ചെയ്യാൻ ഇപ്പോൾ ഈസോ അവിടെ നിൽക്കുന്നുണ്ട്. റിജാസ് അവിടെ പതുക്കെ കയറി ചെല്ലുന്നുണ്ട്. പതുക്കെ ഒരു നെയ്ഡുകളൊക്കെ എടുത്തുന്നുണ്ട്. ഗിഫിൻ്റെ അടുത്തേക്ക് നേടുകൾ എത്തുമ്പോൾ തൊട്ടടുത്തേക്ക് തന്നെ ടീം SBS LMXലെ മെമ്പേഴ്സ് അവിടെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. NOT പോയിസൺ ആഷസിൽ റിജാസ് അവിടെ കയറി ചേരുന്നു. ഇസോയ്ക്കെതിരെ ഇസോയ്ക്ക് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ആഷസ് പ്ലേയേഴ്സ് ആൻഡ് NOT തമ്മിലുള്ള ഫൈറ്റ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NOT ഗ്രിഫിന് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. മെട്രിക്സ് ഇപ്പോഴും സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുക. NOT പോയിസൺ അവിടെ വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ആഷസ് റിജാസ് NSC പോയിസനെ അവിടെ ഡൗൺ ചെയ്തപ്പോൾ റിജാസ് അവിടെ ബാക്കിൽ കൂടെ ഇസോയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഷസ് മെട്രിക്സ് NOT ഗ്രിഫിനെ നേടിലൂടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു മെമ്പറോട് മാത്രമേ ഉള്ളൂ എന്ന് അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറി പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ഇസോ അവിടെ കൗണ്ടർ ഫയറിങ് കട്ടയാണ്. ഇസോയുടെ അപ്പോഴിപ്പോഴും കയറി NOT പോയിസൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ആഷസ് 2 ഈസി അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് അവിടെ NOT ഗ്രിഫിനിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി പ്ലേയേഴ്സിൻ്റെ NOT ഇസോനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. LMX ടീമിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ LMX ടീമിലെ ഇബിസ അവിടെ ഡൗൺ ആണ്. അതേമാതിരി തന്നെ SBയിലെ മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. SBയിലെ ഡ്യൂഡ് അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ബീറൂസ് അവിടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത്. BAയിലെ സിബിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇൻടാക്റ്റിലെ LXലെ ക്രേറ്റോസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. SBI ഡ്യൂഡ് അവിടെ തൊട്ട് ഇബിസയുടെ അടുത്ത് നിൽക്കുന്നുള്ളൂ. ബീറൂസ് അവിടെ LMX ഇബിസിനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജെറ്റ് ഫയർ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. 2 പേര് ഹീൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ SBI ഡ്യൂഡിന് നല്ല ഡാമേജാണ് ബീറൂസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇബിസിനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. SBI ഡ്യൂഡ് ഇപ്പോഴും അവിടെ അടുത്ത കോമ്പൗണ്ടിൽ നിന്നിട്ടുണ്ട്. അകത്ത് കയറിയിട്ടുണ്ടോ? അപ്പോൾ ഇല്ല, ബീറൂസിൻ്റെ കില്ല് അവിടെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഡ്യൂഡ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. LXലെ ആനന്ദ് ഇൻടാക്റ്റിലെ ആൽഫിനെ ഡൗൺ ചെയ്തിട്ടില്ല. ഇൻടാക്റ്റിലെ വൈശാഖ് അവിടെ LXലെ ക്രേറ്റോസിനെ ഡൗൺ ചെയ്തു. കേരള ഫൈറ്റ് ബ്ലൈൻഡ് വോയിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കേരള ടീം ആൻഡ് ബ്ലൈൻഡ് തമ്മിലുള്ള ഫൈറ്റ് മനോഹരമായ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബ്ലൈൻഡിലെ കൗബോ ഡൗൺ ആണ്. കേരള വിസാഡ് അവിടെ ഡൗൺ ആണ്. അപ്പോൾ കേരള ഫൈറ്റ് ഇപ്പോഴും അവിടെ നിന്ന് ഫയറിംഗ് ആണ്. കേരള ഫൈറ്റ് പതുക്കെ അവിടെ ബ്ലൈൻഡിൽ ഓരോ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യുന്നത്. മനോഹരമായ ഒരു നേട് എത്തിയിട്ടുണ്ട് ഫൈറ്റ് അടുത്തേക്ക്. അപ്പം ഡൂഡിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡൂഡിയുടെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് കേരള ഫൈറ്റ് അവിടെ. എനിക്ക് വാട്ടർ ലീഫി മാനൊക്കെ ആയിട്ട് നിൽക്കുന്നു. കേരള വിസാഡ് അവിടെ റിവൈവ് ആയിക്കൊണ്ടിരിക്കുന്നു. കേരള വിസാഡിൻ്റെ റിവൈവൽ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൈൻഡ് മെമ്പേഴ്സിൻ്റെ അടുത്ത് കട്ട ഫയറിംഗ് ആണ്. കേരള ലിക്വിഡ് ദൂരെ നിന്ന് ഫയറിംഗ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡൂഡി എപ്പോഴും നിൽക്കുന്നുള്ളൂ. G10 സൈക്കോ അവിടെ ഇൻടാക്റ്റിലെ ആൽഫേനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. G10 സൈക്കോ ഇൻടാക്റ്റിലെ ആൽഫയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇൻടാക്ട് റൈസോ അവിടെ ഡൗൺ ഫിനിഷ് ആയിട്ടുണ്ട്. ഇൻടാക്റ്റിലെ ഡാർക്ക് OPയുടെ സൈക്കോ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സൈക്കോയുടെ OP പ്രകടനമാണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻടാക്ട് മെമ്പേഴ്സിൻ്റെ മനോഹരമായ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൈൻഡിലെ 3 മെമ്പേഴ്സായിട്ട് ശേഷിക്കുന്നു. ബ്ലൈൻഡിലെ കൗബോയുടെ കില്ല് അവിടെ കൺഫേം ആയിട്ടുണ്ട്. കേരള ഫൈറ്റ് ഇപ്പോഴും കയറി ചെല്ലുകയാണ്. കേരള ഫൈറ്റ് പതുക്കെ ബ്ലൈൻഡ് ടീമിൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നേടുകളും കാര്യങ്ങളും ഇല്ലറിയൊന്നുമല്ല. തിരിച്ച് ബ്ലൈൻഡ് ആഡ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത്. ഡാഡിയുടെ LMX ബീറൂസ് അവിടെ SP ഡ്യൂഡിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം അടുത്ത നേട് ഒരെണ്ണം കൂടെ വരുമ്പോൾ അടുത്ത സ്മോക്ക് എടുത്തിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും സ്മോക്കുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ബ്ലൈൻഡ് ടീം മെമ്പേഴ്സ് അവിടെ റീഗ്രൂപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ബ്ലൈൻഡിലെ DMCനെ സ്പോട്ട് ചെയ്തിട്ട് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മുടെ കേരള സ്പൈറ്റ് വൈറ്റിയുടെ മനോഹരമായ പ്രകടനമാണ്. ബ്ലൈൻഡ് ഡൂഡിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡൂഡിക്കെതിരെ അവിടെ നല്ല ഫയറിംഗ് ആണ്. ബാക്കിൽ കൂടെ നമ്മൾ കേരള ലിക്വിഡൊക്കെ എടുത്തിട്ടുണ്ട്. ബ്ലൈൻഡ് ഡൂഡി അവിടെ ദൂരെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കേരള ലിക്വിഡ് ഇപ്പോഴും അവിടെ കയറിയിട്ടുണ്ട്. ബ്ലൈൻഡിലെ ഡാഡിനെ അവിടെ സ്പോട്ട് ചെയ്യാൻ ബ്ലൈൻഡ് ഡാഡി അവിടെ ഫയർ ചെയ്യുന്നുണ്ട്. ബ്ലൈൻഡ് ഡാഡിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് കേരള ടീം അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് ബാക്കി ഫയറിംഗ് നടക്കുന്നുണ്ട്. അതെവിടാണെന്ന് നോക്കട്ടെ. IV മെമ്പേഴ്സ് തൊട്ട് ബാക്കിൽ എത്തിയിട്ടുണ്ട്. IV മെമ്പേഴ്സ് കേരള ടീമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഹെവി ഗെയിമർ അവിടെ മേളിൽ നിന്ന് നല്ല സ്പ്രേയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഹെവി ഗെയിമർ കേരള ലിക്വിഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിക്വിഡ് അവിടെ ഇപ്പോഴും കൗണ്ടർ ഫയർ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കേരള ലിക്വിഡ് അവിടെ ഇപ്പോഴും സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെവി ഗെയിമറിനെയൊക്കെ. ഓക്കെ, നമ്മുടെ ഹെവി ഗെയിമറിനെ സ്പോട്ട് ചെയ്ത് തിരിച്ച് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരള ലിക്വിഡ്. എന്തായാലും കേരള ലിക്വിഡിൻ്റെ ഫയറിംഗ് അവിടെ നടക്കുന്നുള്ളൂ. നമ്മുടെ മൈറ്റി ടീമിൻ്റെ അടുത്ത് ഫയറിംഗ് നടക്കുന്നുണ്ട്. മൈറ്റി ടീം ആയാലും LMX ബീറൂസ് അവിടെ തൊട്ടടുത്ത് എൻ്റെ ഉണ്ട്. LMX ബീറൂസ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. LMX പ്ലെയേഴ്സ് അവിടെ എന്തായാലും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ബാക്കി പ്ലെയേഴ്സിനെ എന്തായാലും LMX പ്ലെയർ അവിടെ ബീറൂസ് ഒറ്റയ്ക്ക് നിൽക്കുന്നേ ഉള്ളൂ. ഇവീസ സൈക്കോ എല്ലാം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. മൈറ്റി ടീം മെമ്പേഴ്സ് അവിടെ തൊട്ട് താഴെയായിട്ട് നിൽപ്പുണ്ട്. അടുത്ത ടോക്സിക് നേഷനിലെ മെമ്പേഴ്സ് പതുക്കെ ക്ലോസിനാകുമ്പോൾ 10 ടീമുകളിലായിട്ട് 30 പേര് ഇപ്പോഴും ലൈവ് ഉണ്ട്. നമ്മുടെ 4ാമത്തെ സോണാണെന്ന് തോന്നുന്നു ഇനി ഫോം ആവാനുള്ളത്. അതെ, 4ാമത്തെ സോണാണ്. SQW മെമ്പേഴ്സ് അത് പതുക്കെ സോണിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാർഗോഡ്, ഡാർവിൻ, ഷെൽവി എന്നിവർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ IBയിലെ മെമ്പർ LXുമായിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. IB മെമ്പേഴ്സ് ആൻഡ് LXിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. LXിലെ ക്രേറ്റോസിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. LXിലെ ക്രേറ്റോസ് അവിടെ G10ലെ സൈക്കോ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. G10ലെ സൈക്കോ അവിടെ തൊട്ടടുത്ത് നിൽപ്പുണ്ട് IB മെമ്പേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ LXിലെ ക്രേറ്റോസിൻ്റെ ഒപ്പം തന്നെ സൈക്കോ ഉണ്ടായിരുന്നു. സൈക്കോനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ G10 സൈക്കോയ്ക്ക് അവിടെ നല്ല ഡാമേജാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൈക്കോ ഒറ്റയ്ക്ക് അവിടെ ഫയർ ചെയ്യുന്നുണ്ട്. സൈക്കോ ദൂരേക്ക് ഹെവി ഗെയിമറാണെന്ന് തോന്നുന്നു. അവിടെ നല്ല സ്പ്രേ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹെവി ഗെയിമർ ഇപ്പോഴും അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടീം കേരള അവിടെ തൊട്ടടുത്തുണ്ട്. IB ക്ലൗഡ് അവിടെ സൈക്കോനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചതിനാണെന്ന് തോന്നുന്നു. സൈക്കോനെ അവിടെ സ്പോട്ട് ചെയ്ത് സ്പ്രേ എടുക്കുന്നുണ്ട്. സൈക്കോയ്ക്ക് അവിടെ ഡാമേജ് കിട്ടുന്നു. സൈക്കോനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ല ഡാമേജാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സൈക്കോ അവിടെ നിന്ന് ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നുണ്ട്. സൈക്കോനെ അവിടെ സ്പോട്ട് ചെയ്ത് എന്തായാലും IB ക്ലൗഡ് അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കേരള ടീം മെമ്പേഴ്സിനെ നോക്കാം. കേരള ലിക്വിഡൊക്കെ അവിടെ നിന്ന് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഹെവി ഗെയിമറിനെതിരെ. അപ്പോൾ കേരള സ്പൈറ്റ് വൈറ്റിയൊക്കെ തൊട്ടപ്പുറത്ത് വേറൊരു റൊട്ടേഷൻ എടുത്ത് വരുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും കേരള സ്പൈറ്റ് വൈറ്റി അവിടെ സ്പോട്ട് ചെയ്ത് ക്ലൗഡിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. IB സിക്കാരിയോനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിക്കാരിയോ അവിടെ ഡൗൺ ആവുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണുന്നില്ല. എന്തൊരു കേരള ടീമിന് മനോഹരമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കും. കേരള ലിക്വിഡൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ നോക്ക് കിട്ടിയ സ്ഥിതിക്ക് മുന്നോട്ട് കയറാം എന്നാണ് വിശ്വസിക്കുന്നത്. കേരള ലിക്വിഡും ആൻഡ് കേരള ഹാസിം അവിടെ വണ്ടി എടുത്ത് മാറുമെന്ന് തോന്നുന്നു. വണ്ടി എടുത്ത് നേരെ കയറി ചെല്ലാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോൾ എന്തായാലും ഹാസിമൊക്കെ അപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു പുഷിങ് വേണ്ട, അതൊക്കെ ഇഷ്ടമായിട്ട് പുഷ് ചെയ്യാനാണ് അത് തീരുമാനിക്കുന്നതൊക്കെ. അപ്പോൾ ലിക്വിഡൊക്കെ അവിടെ ഹീൽ ചെയ്ത് കയറി ചെല്ലുന്നുണ്ട്. കേരള ടീം മെമ്പേഴ്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേരള ടീം മെമ്പേഴ്സ്. മൈറ്റി പ്ലൂർ അവിടെ LMXിലെ ബീറോസിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മൈറ്റിയിലെ മെമ്പേഴ്സ് എന്തായാലും അവിടെ ഫിനിഷ് ചെയ്ത് കേരള ടീം ഇൻസ്റ്റൻ്റായിട്ട് സോണിൽ പോകാനുള്ള ഒരു സംഭവത്തിലാണ്. IB ടീമിനെ വിട്ടിട്ട് കേരള ടീം സോണിൻ്റെ പ്രിഫറൻസ് ആണ് കൊടുത്തേക്കുന്നത്. സോണി വാടാൻ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആഷസ് മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഫൈറ്റ് ഇനി ടോക്സിക് നേഷനിൽ നോക്കുകയാണെങ്കിൽ ടോക്സിക് നേഷൻ അവിടെ പതുക്കെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ടോക്സിക് നേഷൻ്റെ എക്സ് സ്കിൽ അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ടോക്സിക് നേഷൻ സ്പാർക്ക് റേജ് എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അവിടെ ഹോൾഡ് ഓൺ ചെയ്ത് IB ടീം മെമ്പേഴ്സാണ് അവിടെ സോണിലേക്ക് കയറേണ്ടത്. ആഷസ് ടീം മെമ്പേഴ്സ് ഓൾറെഡി സോണിനുള്ളിൽ എത്തിയിട്ടുണ്ട്. വാർഗോഡ് ടീം മെമ്പേഴ്സ് ബാക്കി പതുക്കെ സോണിനുള്ളിലേക്ക് കയറുന്നുണ്ട്. മൈറ്റി ടീം മെമ്പേഴ്സിന് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. മൈറ്റി മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിനുള്ളിലേക്ക് കയറുക തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ എക്സലൻസിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിനുള്ളിൽ കയറി നിൽപ്പുണ്ട്. നമ്മുടെ ആഷസ് ടീം മെമ്പേഴ്സ് അവിടെ സോണിനുള്ളിൽ കയറിയിട്ടുണ്ട്. കേരള ടീം മെമ്പേഴ്സ് അവിടെ കേരള ടീം ആൻഡ് നമ്മുടെ ടോക്സിക് നേഷനുമായിട്ട് ഫൈറ്റ് നടക്കുന്നത്. കേരള സ്പൈറ്റ് വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ടോക്സിക് നേഷൻ. കേരള കോമ്പൗണ്ട് അവിടെ ഹോൾഡ് മനസ്സിലായിട്ടുണ്ട്. കേരളയിലെ മെമ്പേഴ്സ് അവിടെ
ഫൈറ്റ് ബാറ്റ് ചെയ്യുന്നു. ലിക്വിഡ് അവിടെ തിരിച്ച് സ്പ്രേ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. മിനി വെച്ചുള്ള സ്പോട്ടിങ്ങുകൾ ഫയറിങ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് അല്ല ടോക്സിക് നേഷനിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള വിസാഡൊക്കെ ഇപ്പോഴും തൊട്ടടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. കേരള വിസാഡൊക്കെ അവിടെ ടോക്സിക് നേഷൻ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇനി വാർഗോഡ് മെമ്പേഴ്സിലൂടെ സീനിലെത്തുമ്പോൾ വാർഗോഡ് ആൻഡ് ഇവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. വാർഗോഡ് മെമ്പേഴ്സിന് അവിടെ നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. വാർഗോഡിലെ ഷെൽബി അവിടെ ജമ്പ് ചെയ്ത് ചാടിയിട്ടുണ്ട്. അപ്പം വാർഗോഡിലെ ഷെൽബി ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി കേരള ടീം മെമ്പേഴ്സ് നമ്മുടെ ടോക്സിക് നേഷനിലെ മെമ്പേഴ്സിനെ അവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. വാർഗോഡ് ടീം മെമ്പേഴ്സ് മനോഹരമായിട്ടൊരു കവറാണ് എടുത്തേക്കുന്നത്. നല്ലൊരു മനോഹരമായ റിഡ്ജും നല്ല മനോഹരമായിട്ടുള്ളൊരു കവറുമാണ് എടുത്തേക്കുന്നത്. ടോക്സിക് നേഷൻ റേജിനെ ആൻഡ് സ്പാർക്കിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്തൊന്ന് നേടി ടോക്സിക് നേഷൻ ഹിൽസ് അവിടെ പതുക്കെ സോണിൻ്റെ ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണിൻ്റെ എഡ്ജ് ഓഫ് ദ സോണിലാണ് വാർഗോഡിലെ ബാക്കി മെമ്പേഴ്സ് നിൽക്കുന്നത്. വാർഗോഡിലെ ബാക്കി മെമ്പേഴ്സ് പതുക്കെ ടോക്സിക് നേഷൻ ഐവിയിലെ ക്ലൗഡ് അവിടെ മൈറ്റിയിലെ ഫ്ലോറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് SQW ടീം മെമ്പേഴ്സ് അവിടെ തൊട്ടടുത്ത് തന്നെ ഇപ്പം നമുക്ക് ഇതേ സിറ്റുവേഷൻ നമ്മൾ വേറെ റൂമിലും കണ്ടിരുന്നു. നമ്മുടെ റാങ്കോ ടീം അതോടൊപ്പം തന്നെ നമ്മുടെ ഏതായിരുന്നു 3 ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള ലിക്വിഡൊക്കെ തൊട്ടടുത്ത് തന്നെ SQW ടീമുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ടോക്സിക് നേഷനിൽ റേജിൻ്റെ അടുത്തേക്ക് മനോഹരമായിട്ട് നീഡായിരുന്നു എത്തിയത്. എന്തായാലും SQW മെമ്പേഴ്സ് അവിടെ പതുക്കെ വാർഗോഡ് ടീം മെമ്പേഴ്സ് അവിടെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് SQW ടോണി അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പം എന്താണ് സംഭവം? SQW ടോമി വാർഗോഡ് ഷാസാമിൻ്റെ അവിടെ വണ്ടി അവിടെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ റാഗ്നാറൊക്കെ അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കും. കേരള ലിക്വിഡിൻ്റെ അടുത്തേക്ക് റാഗ്നാർ അവിടെ ഫയർ കൊടുത്തു. കേരള ഹാസിമിനെയൊക്കെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ചെയ്തു. വാർഗോഡ് ടീം മെമ്പേഴ്സ് കയറി ചെല്ലുന്നിടത്തെല്ലാം ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടോക്സിക് നേഷൻ സ്പാർക്ക് അവിടെ KW ടോണിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡാർവിൻ ഇപ്പോഴും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഡാർവിൻ്റെ അടുത്തേക്ക് കേരള ഹാസിമിൻ്റെ മനോഹരമായ ഒരു നേഡ് ഡാർവിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ആവോ. അടിപൊളി നേഡിൽ അവിടെ ഡാർവിൻ ഡൗൺ ആയിട്ടുണ്ട്. ഡാർവിൻ ഇൻസിഡൻ്റായിട്ട് ഡൗൺ ആയ പാടെ തന്നെ പുഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഡാർവിൻ അവിടെ എപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. ഷെൽബി അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാർഗോഡ് റാഗ്നാർ അവിടെ എത്തിയിട്ടുണ്ട്. കേരള ടീം മെമ്പേഴ്സ് അവിടെ പുഷ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു നേഡോട് എടുത്ത് എറിയുന്നുണ്ട്. രണ്ടുപേരും പരസ്പരമുള്ള നേട്. അടുത്തൊരു നേഡിൽ ഷെൽബിയുടെ ഡൗൺ ആയിട്ടുണ്ട്. റാഗ്നാർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്യുന്നു. റാഗ്നാറിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. റാഗ്നാറിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കേരള OP ഗായ്സ് കേരള ടീമിൻ്റെ മനോഹരമായ നേഡ് പ്ലേ ആയിരുന്നു നമ്മളവിടെ കണ്ടത്. അപ്പോൾ നേഡുകളിലൂടെ 2 മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തതിന് ശേഷം മനോഹരമായ ഒരു റഷായിരുന്നു നമ്മളവിടെ കണ്ടത്. അടുത്ത ഫൈറ്റ് നടക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. IB ടീം ആൻഡ് മൈറ്റി ടീം തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. IBയിലെ ക്ലൗഡൊക്കെ അവിടെ കട്ട ഫയറിംഗ് ആണ്. IB ഏജന്റ് ഡൗൺ ആണ്. ക്ലൗഡ് ഇപ്പോഴും അവിടെ കയറി ചെല്ലുന്നത്. മൈറ്റി പ്ലൂറിൻ്റെ അടുത്തേക്കാണ്. പ്ലൂർ അവിടെ ഇപ്പോഴും ഓൾറെഡി നല്ല ഡാമേജ് ആണ്. കുർലനെ അവിടെ സ്പോട്ട് ചെയ്ത് 1 HP IB ക്ലൗഡ്. സ്പൈറനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തു. IB ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടീം. IB ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് മൈറ്റി ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. എക്സലൻസി ജോക്കറിനെ അവിടെ നേരിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ടോക്സിക് നേഷനിലെ റേജ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ SQW ടീമിൻ്റെ ആഷസ് മെട്രിക്സ് അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആഷസ് മെട്രിക്സിനെ നോക്കാം. മെട്രിക്സ് ഒക്കെ അവിടെ ദൂരെ SQW മെമ്പേഴ്സിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. SQW പ്ലേയേഴ്സിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം? ഇത്ര ദൂരെ നിന്ന് കിട്ടുമോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും മനോഹരമായ സ്പ്രേയിങ് ആണ്. SQW ടീം അവിടെ സോണിൽ പെട്ടിരിക്കുകയാണ്. ടോക്സിക് നേഷൻ മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ SQWയുടെ ഫ്രണ്ടിൽ കൂടെ വേണം പോകാൻ. SQWക്ക് റെക്ട് അവിടെ എന്തായാലും സ്പാർക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് SQWയിലെ മാഗ്മ അവിടെ സോണിലേക്ക് പോകാനുള്ള മാക്സിമം ശ്രമം നടത്തുന്നുണ്ട്. മാഗ്മ അതോടൊപ്പം തന്നെ ഒരു കില്ലും കൺഫേം ചെയ്തിട്ടാണ് പോകുന്നത്. മാഗ്മ അവിടെ ഫിനിഷ് ആകുന്നത് തന്നെ ചെയ്യുമെന്ന് തോന്നുന്നു. മാഗ്മ അവിടെ ഹീൽ ചെയ്യുന്നുണ്ട്. നല്ല കണക്കാണ് ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ടോക്സിക് നേഷനിലെ ബാക്കി 2 മെമ്പേഴ്സ് എന്തായാലും സോണിൽ പോയിട്ടുണ്ട്. അപ്പോൾ സോൺ അവിടെ എഡ്ജിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ട്. ആശാൻ എന്തായാലും വണ്ടി എടുത്ത് പോകാൻ ഉള്ള ശ്രമത്തിലാണ്. അപ്പം തൊട്ട് ഫ്രണ്ടിൽ കേരള ടീമിൻ്റെ ആഷസ് ടീമിൻ്റെ ഫയർ അവിടെ വന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ സോണിൽ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആശാൻ അവിടെ നല്ല ഡാമേജ് ചെയ്തിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ കൂടെ ആഷസിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുമെന്ന് തോന്നുന്നു. ആഷസ് റിജാസിനെയൊക്കെ നോക്കാം. 2 EC ആണോ ഫയർ കൊടുക്കുന്നത്? എന്തായാലും ആരും അവിടെ IB ടീമിലെ പ്ലേയേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആഷസ് ടീം IB ടീമിലെ പ്ലേയേഴ്സിനെതിരെ ഫയർ കൊടുക്കാനുള്ള റെഡി ആയിട്ട് നിൽക്കുകയാണ് ആഷസിലെ മെമ്പേഴ്സ്. കേരള ടീം മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഫയറിംഗ് ആണ്. കേരള ടീം മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റിംഗ് അവിടെ നടക്കുന്നുള്ളൂ. നമ്മുടെ മാഗ്മ SQWനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കേരള സ്പൈറ്റ് വൈറ്റ് OP ഗായ്സ് 5 കില്ലാണ് അത് സെറ്റായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് IB ടീം വരുന്നത് കാണുന്നുണ്ടെന്ന് അറിയത്തില്ല. IB ടീമിലെ ക്ലൗഡൊക്കെ 6 കില്ലെടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. ആഷസിലെ മെമ്പേഴ്സ് അവിടെ എത്തുന്നുണ്ട്. ആഷസിലെ മെമ്പേഴ്സ് മൾട്ടിപ്പിൾ വണ്ടിയിലായിട്ടാണ് വരുന്നത്. എന്തായാലും IB ക്ലൗഡൊക്കെ അവിടെ സ്പ്രേ ആണ്. കേരള ടീം അവിടെ നല്ല ഡാമേജ് കൊടുക്കാൻ കേരള വിസാഡ് അവിടെ നല്ല സ്പ്രേ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള വിസാഡ് സ്പൈറ്റ് വൈറ്റ് 6 കില്ല് അവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞ് ആഷസ് ടീമിൻ്റെ കേരള വിസാഡിനെ നോക്കാം. കേരള വിസാഡ് അവിടെ ആഷസിൻ്റെ അടുത്തേക്ക് ക്ലോസിങ് ചെയ്യുന്നുണ്ട്. ആഷസിൻ്റെ അടുത്തേക്ക് അടുത്ത നേടുമായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. IB സിക്കാരിയോനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഷസിൻ്റെ അടുത്തേക്ക് അടുത്തൊരു നേടോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആഷസ് റിജാസ് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. റിജാസിൻ്റെ അടുത്തേക്ക് നേടുകളുടെ ഒരു കൂമ്പാരം തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഷസ് മെട്രിക്സ് ഇത് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. തൊട്ടടുത്ത് നേടുകൾ ഇഷ്ടം മാറി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആഷസ് മെട്രിക്സിനെ ഇവിടെ സ്പോട്ട് ചെയ്ത് ആഷസ് 2 ECനെ ഇവിടെ സ്പോട്ട് ചെയ്താനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ വിസാഡ് അവിടെ മാക്സിമം കില്ല് സ്റ്റീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്പൈറ്റ് വൈറ്റിയുടെ അവിടെ എത്തിയിട്ട് സ്പൈറ്റ് വൈറ്റ് IBയുമായിട്ടുള്ള ഫയറിംഗ് ആണ്. IB മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിസാഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹാസിം അവിടെ ചെല്ലുന്നുണ്ട്. ലിക്വിഡ് അവിടെ കട്ട സപ്പോർട്ടാണ്. അപ്പോൾ വിസാഡിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു.
ശ്രമിക്കുന്നുണ്ട്. വിസാഡ് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ റിവൈവ് ആവുകയും ചെയ്യും. ആഷസിലെ മെമ്പേഴ്സ് എന്താ ചെയ്യുന്നത് നോക്കാം. ആഷസ്, റിജാസ് ആൻഡ് മെട്രിക്സ് അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. OP ഗൈസ്. അപ്പോൾ ടോപ്പ് 3 ടീമുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. IB ടീമുകൾ, ആഷസ് ടീം. മനോഹരമായ ഒരു നീഡ്. ഓക്കെ, എവിടെയാണ് പോയിരിക്കുന്നത് അറിയത്തില്ല. റിജാസ് ജസ്റ്റ് മിസ്സായി പോയിട്ട് നല്ലൊരു മോളിയായിരുന്നു. അപ്പോൾ കറക്റ്റ് സ്ഥാനത്ത് വീഴുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ല മനോഹരമായിട്ട് തന്നെ മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്യാൻ സാധിച്ചാൽ മനോഹരമായ ഒരു നീഡ് തിരിച്ച് കൗണ്ടർ നീഡ് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിക്വിഡിനും വിസാഡിനും ഇടയ്ക്കായിട്ട് മനോഹരമായ 2 കൗണ്ടർ നീഡുകളും മോളികളും എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കേരള മെമ്പേഴ്സ് ഹാസിമിനൊക്കെ അവിടെ സോണിനുള്ളിലേക്ക് വീണ്ടും കയറി വരേണ്ടതായിട്ടുണ്ട്. കേരള വിസാഡ് അവിടെ മനോഹരമായിട്ട് സ്പ്രേ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. IBയിലെ ഏജന്റ് ഓൾറെഡി ഡൗൺ ആണ്. ഏജന്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് കേരള സ്പൈറ്റ് വൈറ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്പൈറ്റ് വൈറ്റ് 7 കില്ല് ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട്. 8ാമത്തെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. IB ക്ലൗഡിനെ നമുക്ക് നോക്കാം. ക്ലൗഡ് ഒരു കോണിൽ കിടക്കുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ IB മെമ്പേഴ്സിന്റെ കില്ല് കഴിഞ്ഞതിന് ശേഷം ആഷസ് ടീമിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. കേരള സ്പൈറ്റ് വൈറ്റ് അവിടെ പതുക്കെ ടോപ്പ് ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ നടന്നില്ല. അപ്പോൾ കേരള വിസാഡിൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അടുത്ത കില്ല് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ ഞാൻ അടുത്ത കില്ല് എടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്പൈറ്റ് വൈറ്റ് അവിടെ ഓടി എത്തുകയാണ്. അപ്പോൾ എന്തായാലും ആഷസ് മെട്രിക്സിൻ്റെ അടുത്തേക്ക് അടുത്തൊരു നേടൂടെ വരുന്നു. അപ്പോൾ ആഷസ് റിജാസ് അതോടെ സ്പൈറ്റ് വൈറ്റിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ആഷസ് റിജാസിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സ്പൈറ്റ് വൈറ്റിയുടെ നീഡിൽ അടുത്തൊരു മെമ്പറോടെ ഡൗൺ ആവുന്നു. ആഷസ് റിജാസിൻ്റെ അടുത്തേക്ക് ക്ലോസും ചെയ്യുന്നു. റിജാസിനെ അവിടെ ക്ലോസും ചെയ്യുന്നുണ്ട്. റിജാസിനെ അടുത്ത നീഡിലൂടെ കേരള സ്പൈറ്റ് വൈറ്റിയുടെ കില്ല് 10 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അടുത്ത ക്ലൗഡ് IB ക്ലൗഡിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഡൗൺ ചെയ്തു. എൻ്റെ മോനെ കേരള സ്പൈറ്റ് വൈറ്റ് വേറെ ലെവൽ. IBയിലെ മുമ്പ് ഗെയിമറിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഗെയിമറിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫയർ കൊടുക്കുന്നുണ്ട്. ഗെയിമറിൻ്റെ അടുത്തേക്ക് തീർന്നില്ലെങ്കിൽ ഞാൻ ദാ വന്നെന്ന് പറഞ്ഞ് കേരള സ്പൈറ്റ് വൈറ്റിയുടെ മനോഹരമായ മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സ്പൈറ്റ് വൈറ്റ് അവിടെ മനോഹരമായ സ്പ്രേ ഡൗൺ. IB ഗെയിമറിനെ ഫിനിഷ് ചെയ്തുകൊണ്ട് എൻ്റെ മോനെ ഒരു രക്ഷയില്ലാതെ 12 കില്ല് ഒറ്റയ്ക്ക് സ്പൈറ്റ് വൈറ്റ് എടുത്തേക്കുന്ന ഒരു രക്ഷയില്ലാതെ. എന്തായാലും കേരള സ്പൈറ്റ് വൈറ്റിയുടെ മനോഹരമായ പ്രകടനം 12 കില്ലോട് കൂടി നല്ല OP ഗെയിം പ്ലെയറിന് കാഴ്ചവെച്ച് കേരള ടീംസ്. കേരള ഹാസ്യം അവിടെ 3 കില്ലോട് കൂടിയും 17 കില്ലോട് കൂടി ടോട്ടൽ കേരള ടീം ഇന്നത്തെ ചിക്കൻ ടെൻഡർ കൊണ്ടുപോയിരിക്കുകയാണ്. IBയിലെ മെമ്പേഴ്സ് അവിടെ 6 കില്ലോട് കൂടി നിൽക്കുന്ന IB ക്ലൗഡ് മനോഹരമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ആഷസ് മെമ്പേഴ്സ് 3ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട് 5 കില്ലോട് കൂടി. SQW മെമ്പേഴ്സ് 4ാം സ്ഥാനത്തും ടോക്സിക് നേഷൻ 5ാം സ്ഥാനത്തും മൈറ്റി മെമ്പേഴ്സ് അവിടെ 6ാം സ്ഥാനത്തും എക്സലൻസി മെമ്പേഴ്സ് അവിടെ 7ാം സ്ഥാനത്തും ഫിനിഷ് ആയിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് ഫിനിഷ് ആയിരിക്കുന്നത് വാർഗോഡ് ഷിസാം ഒക്കെയാണ്. വാർഗോഡിലെ ഒരു സെക്കൻഡ് ലൈനപ്പ് ആയിട്ടുള്ള ഷിസാം അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം 9ാമത്തെ ഫിനിഷ് ആയിരിക്കുന്ന LMX മെമ്പേഴ്സാണ്. അപ്പം LX മെമ്പേഴ്സ് അവിടെ 10ാം സ്ഥാനത്തും ബ്ലൈൻഡിലെ മെമ്പേഴ്സ് 11ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ആയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടീം SBIനെ നോക്കാം. ടീം SBI 12ാം സ്ഥാനത്തും ടീം SBI 12ാം സ്ഥാനത്തും ഇൻടാക്റ്റിലെ മെമ്പേഴ്സ് 13ാം സ്ഥാനത്തും നമ്മുടെ BA മെമ്പേഴ്സ് 14ാം സ്ഥാനത്ത് NOT മെമ്പേഴ്സ് 15ാം സ്ഥാനത്താണ് ഫിനിഷ് ആയിരിക്കുന്നത്. മോഡെക്സിലെ മെമ്പേഴ്സ് അവിടെ 16ാം സ്ഥാനത്ത് ഫിനിഷ് ആയപ്പോൾ വാർഗോഡിൻ്റെ മെയിൻ ടീം അവിടെ ഫിനിഷ് ആയത് 17ാം സ്ഥാനത്താണ്. എക്സ്കൾസ് മെമ്പേഴ്സ് 18ാം സ്ഥാനത്തും ഹാവക് മെമ്പേഴ്സ് 19ാം സ്ഥാനത്തും ഫിനിഷ് ആയപ്പോൾ കേരള ടീം OP ഗൈസ് കേരള ടീം മനോഹരമായ പ്രകടനത്തിലൂടെ ഇന്നത്തെ ചിക്കൻ കൊണ്ടുപോയിരിക്കുന്ന വാർഗോഡ് വാർഫെയർ ലൈറ്റിൽ. അപ്പോൾ നമുക്ക് നാളെ കാണുന്നവരെ വീണ്ടും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.